നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ഇനി പ്രതിമാസം പെൻഷൻ ലഭിക്കാൻ പോവുകയാണ്. അതായത് നമ്മളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രതിമാസം 1000 രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന വമ്പൻ പദ്ധതി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പെൻഷൻ പദ്ധതി, വീട്ടമ്മ പെൻഷൻ പദ്ധതി 2025 നവംബർ മാസം മുതൽ പദ്ധതി ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന ബഡ്ജറ്റിലൊന്നും പ്രഖ്യാപിച്ചിരിക്കുന്ന ആനുകൂല്യമല്ല, ഇപ്പോൾ നിലവിൽ ഈ സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന എത്രയും വേഗം രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റേഷൻ കാർഡുള്ള വനിതകൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് എത്രയും വേഗം ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി വേണം. സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്ന് മുൻപ് തന്നെ പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ ഒരു ജനപ്രിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ്, സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ. അപ്പോൾ ഇതൊരു പെൻഷൻ പദ്ധതിയാണ്, വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത്. അതുമാത്രമല്ല, ഇതിന് അർഹതയുള്ള സ്ത്രീകൾക്ക് ഒരു അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുണ്ടാകും. 1000 രൂപ പദ്ധതിയുടെ പ്രത്യേക സവിശേഷതകളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ പദ്ധതിക്ക് അർഹതയുണ്ട് എന്നൊക്കെയുള്ള ഒരു സ്ഥിരീകരണ മെസ്സേജാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ റേഷൻ കാർഡുമൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്കാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. കാരണം റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയാണ് ഇതിൻ്റെ ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നത്. നമുക്കറിയാം, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ തുക എത്തിച്ചേരാറുണ്ട്. എല്ലാ മാസത്തിൻ്റെ അവസാന ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമൊക്കെ ധനസഹായം ലഭിക്കുന്നു. ഈ പദ്ധതിയിലും ഇതേ രീതി തന്നെയാണ്, സമാന സ്വഭാവമുള്ള ഒരു പദ്ധതിയാണിത്. അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സഹായം ലഭിക്കുക. പെൻഷൻ തുക ഇപ്പോൾ നിലവിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയൊക്കെയാണ് ഇനി മുതൽ ലഭിക്കുക. അതായത് 2000 രൂപ വീതം അവർക്ക് ലഭിക്കും. വീട്ടമ്മമാർക്ക് ലഭിക്കുന്നത് 1000 രൂപ വീതമുള്ള ഒരു സ്കീമിലാണ്. അതും ഇത്തരത്തിൽ എല്ലാ മാസവും ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല. ഇത് ഓൺലൈൻ വഴിയായിരിക്കാം ഒരുപക്ഷെ രജിസ്ട്രേഷൻ നടത്തുന്നത്. അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ഒക്കെ രജിസ്ട്രേഷൻ ചെയ്ത് ഡോക്യുമെൻറ്റുകളെല്ലാം നമ്മൾ സമർപ്പിച്ച അർഹതയുള്ളവർക്ക് അത് അംഗീകരിച്ച ശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം എത്തിച്ചേരുന്ന രീതിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മാനദണ്ഡങ്ങളും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കുന്നതേ ഉള്ളൂ. അർഹതയുള്ളവർക്ക് ഫോണിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെസ്സേജ് എത്തിയിട്ടുണ്ടാകും. ഇനി മെസ്സേജ് ലഭിച്ചില്ല എങ്കിലും കുഴപ്പമില്ല, മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് അപേക്ഷകൾ സമർപ്പിച്ചാൽ മതി. BPL പിങ്ക് നിറമുള്ള റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ മഞ്ഞ നിറമുള്ള AY റേഷൻ കാർഡ്, ഈ 2 റേഷൻ കാർഡിൽ ഏതെങ്കിലും ആയിരിക്കണം ഗുണഭോക്താവിൻ്റേത്. എങ്കിൽ മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ. ഇത് മാത്രമല്ല, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് സഹായം വിതരണം ചെയ്യുകയുള്ളൂ. 60 വയസ്സിന് ശേഷമൊക്കെ ആകുമ്പോഴേക്കും അത് വേറെ സ്കീമിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ സഹായം ലഭിക്കുന്നത്. വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വീട്ടുകാര്യങ്ങൾ മാത്രമൊക്കെ നോക്കുന്ന, മറ്റ് ജോലികളൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ മറ്റ് ജോലികളൊന്നും ചെയ്യാത്ത, വീട്ടുകാര്യങ്ങൾ നോക്കി മാത്രം ജീവിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഒരു ആദരവ് എന്ന രീതിയിൽ തന്നെയാണ് ഈ പദ്ധതി സർക്കാർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വരുമാനമുള്ള, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന സർക്കാരോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ നൽകാം. എങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഒരു ആദരവ് എന്ന രീതിയിൽ തന്നെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടമ്മ പെൻഷൻ പദ്ധതി തന്നെയാണിത്. 1000 രൂപ വീതമായിരിക്കും സഹായം ലഭിക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സ്കീമിൻ്റെ മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ രജിസ്ട്രേഷൻ ആകുന്ന സമയത്ത് തന്നെ അറിയിക്കാം. വളരെ വൈകാതെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. BPL AY റേഷൻ കാർഡുള്ളവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. കഴിഞ്ഞ പ്രാവശ്യം റേഷൻ കാർഡ് BPL ആക്കുന്നതിന് അപേക്ഷ വെച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് BPL കാർഡ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കാനും സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.